മോദിയുടെ തലവേദന കൂടി. ഇത്തവണ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. കാരണം TDPയും നിതീഷ് കുമാറും ഇനി ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട BJPയോട് കേന്ദ്രത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും നിർണായക വകുപ്പുകളും ചോദിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികൾ. TDP, JDU, LJP, ശിവസേന തുടങ്ങിയ പ്രധാന സഖ്യകക്ഷികൾ മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച വരെ മന്ത്രിസ്ഥാനത്തിനും പ്രധാന വകുപ്പുകൾക്കുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ NDA സഖ്യത്തിന്റെ നേതാവായി നരേന്ദ്രമോദിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. അടുത്ത സർക്കാർ രൂപീകരിക്കാൻ NDA വെള്ളിയാഴ്ച അവകാശവാദം ഉന്നയിക്കുമെന്നും സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. യോഗത്തിൽ TDPയും JDUവും NDAയിലെ BJP ഇതര അംഗങ്ങൾക്കിടയിൽ മന്ത്രിസ്ഥാനത്തിന്റെ സിംഹഭാഗത്തിനായും യോഗത്തിൽ അവകാശവാദം ഉന്നയിച്ചു. BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലും പുതിയ സർക്കാർ രൂപീകരണത്തിന് 16-12 സീറ്റുകൾ അനിവാര്യമായതിനാലുമാണ് N ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും നിതീഷ് കുമാറിന്റെ JDUവും കിങ് മേക്കർമാരായി ഉയർന്നത്. ഇതോടെ പ്രധാന പദവികൾ തന്നെ ആവശ്യപ്പെടാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. NDAയുടെ 292 സീറ്റുകളിൽ BJP 240, TDP 16, JDU 12, ശിവസേനയ്ക്ക് 7, ലോക് ജനശക്തി പാർട്ടി രാം വിലാസ് 5 എന്നിവരാണ് പ്രധാനികൾ. മൂന്നാം മോദി മന്ത്രിസഭയിൽ സ്പീക്കർ പദവിക്ക് പുറമെ 8 മന്ത്രിസ്ഥാനങ്ങൾ TDP ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. റോഡ് ഗതാഗതം, കൃഷി, ഗ്രാമീണ വികസനം, IT കമ്മ്യൂണിക്കേഷൻസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം ആൻഡ് അർബൻ ഡെവലപ്മെന്റ് തുടങ്ങിയ ക്യാബിനറ്റ് പദവികൾ ധനവകുപ്പിൽ സഹമന്ത്രിസ്ഥാനവുമായി TDP നോട്ടമിടുന്നതെന്നാണ് സൂചന. കൂടാതെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും സംസ്ഥാന തലസ്ഥാനമായി അമരാവതി വികസിപ്പിക്കുന്നതിനുള്ള ഫണ്ടും TDP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രിയും വേണമെന്നാണ് JDUവിന്റെ ആവശ്യം. റെയിൽവേ, കാർഷിക വ്യവസായം, ഗ്രാമവികസന മന്ത്രാലയങ്ങൾ എന്നിവയാണ് ഇവർ നോട്ടമിടുന്നത്. കൂടാതെ NDA കൺവീനർ സ്ഥാനം, NDA സർക്കാരിന് മിനിമം പൊതുപരിപാടി വേണമെന്നും JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യവ്യാപകമായി ജാതി സെൻസസും ബീഹാറിന് പ്രത്യേക പദവിയും വേണമെന്നും JDU സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ NDAയ്ക്കുള്ള പിന്തുണ നിരുപാധികമാണെന്നും ഈ ആഗ്രഹങ്ങൾ അടുത്ത NDA സർക്കാരിൽ ചേരുന്നതിനുള്ള വ്യവസ്ഥകളല്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സർക്കാർ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി നൽകുന്നത് പരിഗണിക്കുമെന്നും രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പിന്തുണ നിരുപാധികമാണ്. എന്നാൽ ബീഹാറിന് പ്രത്യേക പദവി ലഭിക്കുന്നതുവരെ ബീഹാറിലെ തൊഴിലില്ലായ്മ അവസാനിക്കില്ല. അതിനാൽ ബീഹാറിൽ നിന്ന് NDAയ്ക്ക് ലഭിച്ച പിന്തുണ കണക്കിലെടുത്ത് ബീഹാറിന് പ്രത്യേക പദവി നൽകാനുള്ള ഒരു മുൻകൈയുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് JDU നേതാവ് KC ത്യാഗി പറഞ്ഞത്. ശിവസേന കുറഞ്ഞത് 3 ക്യാബിനറ്റ് ബർത്തും 2 സഹമന്ത്രിമാരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചന. ചിരാഗ് പാസ്വാന്റെ LJPയും ഒരു ക്യാബിനറ്റ് ബർത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം പാർട്ടി ആവശ്യപ്പെടുന്ന മന്ത്രിസ്ഥാനമെന്നാണ് അറിയുന്നത്. ചിരാഗിന്റെ പിതാവ് പരേതനായ രാംവിലാസ് പാസ്വാൻ 1ഉം 2ഉം മോദി മന്ത്രിസഭയിൽ FPS വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ഏതായാലും ഇന്നുവരെയില്ലാത്ത 8ന്റെ പണി തന്നെയാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത്. അധികാരം കിട്ടിയിട്ടും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മോദി ഇന്ന്.